എല്ലാവർക്കും ലേൺ വിത്ത് വിജയഗിരിയുടെ +2 കെമിസ്ട്രി കോഴ്സിലേക്ക് സ്വാഗതം. ഈ ചാനലിലൂടെ +2 കെമിസ്ട്രിക്ക് ഉള്ള എല്ലാ ചാപ്റ്ററുകളുടെയും സംക്ഷിപ്ത ക്ലാസുകളാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. +2 കെമിസ്ട്രിക്ക് ഒന്നാമത്തെ ചാപ്റ്റർ ദ സോളിഡ് സ്റ്റേറ്റ്. ഇതിലെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും ഒരു സെറ്റ് വീഡിയോസായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് സോളിഡ് സ്റ്റേറ്റ് ആൻഡ് വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ് സ്റ്റേറ്റ് ആൻഡ് വാട്ട് ആർ ദ 2 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സോളിഡ്സ്. സോളിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോളിഡ് എന്ന് പറയുന്ന സബ്സ്റ്റൻസുകൾ എന്താണ്? +1 നിങ്ങൾ സോളിഡുകളെക്കുറിച്ച് മാറ്ററിനെക്കുറിച്ചും പഠിച്ചിട്ടുണ്ട്. മാറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എനി സബ്സ്റ്റൻസ് വിച്ച് ഹാസ് എ മാസ് ആൻഡ് ഒക്യുപ്പൈ സ്പേസ്. ഒരു പർട്ടിക്കുലർ മാസും സ്പേസിൽ ഒക്യുപ്പൈ ചെയ്യുന്നതുമായ ഏതൊരു വസ്തുവിനെയും നമുക്ക് മാറ്റർ എന്ന് വിളിക്കാം. പ്രധാനമായും മാറ്റർ 3 സ്റ്റേറ്റുകളിലാണ് കാണപ്പെടുന്നത്. ദ മാറ്റർ എക്സിസ്റ്റ് മെയിൻലി ഇൻ 3 സ്റ്റേറ്റ്സ്. 3 സ്റ്റേറ്റുകളിലായിട്ടാണ് മാറ്റർ കാണപ്പെടുന്നത്. ആ 3 സ്റ്റേറ്റുകൾ സോളിഡുകൾ, ലിക്വിഡുകൾ, ഗ്യാസുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. The 3 different states of matter is known as the solid state, the liquid state and the gaseous state. നമ്മൾ ഈ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അമോർഫസ് സോളിഡ്, ക്രിസ്റ്റലൈൻ സോളിഡ്, ഈ 2 വിഭാഗത്തിൽപ്പെടുന്ന സോളിഡുകൾ എങ്ങനെയാണ് അവരുടെ പ്രോപ്പർട്ടികളിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്, വാട്ട് ഈസ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ അമോർഫസ് സോളിഡ് ആൻഡ് ക്രിസ്റ്റലൈൻ സോളിഡ്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രിസ്റ്റലൈൻ സോളിഡുകളെ പല തരത്തിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, അവ എന്തൊക്കെയാണ്, അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, ആ സ്ട്രക്ചറിൽ ക്രിസ്റ്റൽ ലാറ്റിസ്, യൂണിറ്റ് സെൽ, ക്ലോസ് പാക്കിംഗ്, വോയിഡുകൾ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററായ സോളിഡ് സ്റ്റേറ്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. വാട്ട് ആർ സോളിഡ്സ്? സോളിഡ്സ് ആർ ദ സബ്സ്റ്റൻസസ് ഹാവിങ് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് ഡെഫിനിറ്റ് വോള്യൂം. സോളിഡ്സ് ആർ സബ്സ്റ്റൻസസ് ഹാവിങ് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് ഡെഫിനിറ്റ് വോള്യൂം. ഒരു നിശ്ചിത രൂപവും വ്യാപ്തവും വോള്യവും ഉള്ള സബ്സ്റ്റൻസുകൾക്കാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോളിഡുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സോളിഡ്സ് ആർ ദ സബ്സ്റ്റൻസസ് ഹാവിങ് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് ഡെഫിനിറ്റ് വോള്യൂം. ഇൻ സോളിഡ്സ് ദ പാർട്ടിക്കിൾസ് ആർ ക്ലോസ്ലി പാക്ഡ് ആൻഡ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഈസ് സ്ട്രോങ്. പ്രധാനമായും മാറ്ററിനെ 3 സ്റ്റേറ്റുകളായി ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അവയിൽ എങ്ങനെയാണ് പാർട്ടിക്കിളുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലും, അതിനെ നമ്മൾ കൺസ്റ്റിറ്റ്വൻ്റ് പാർട്ടിക്കിൾസ് എന്നാണ് വിളിക്കുന്നത്. ഒരു സബ്സ്റ്റൻസിൽ അടങ്ങിയിരിക്കുന്ന പാർട്ടിക്കിളുകളെ നമ്മൾ വിളിക്കുന്ന പേര് കൺസ്റ്റിറ്റ്വൻ്റ് പാർട്ടിക്കിൾസ് എന്നാണ്. അവ എങ്ങനെയാണ് അതിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ദി കൺസ്റ്റിറ്റ്വൻ്റ് പാർട്ടിക്കിൾസ്, ഹൗ ദേ ആർ അറേഞ്ച്ഡ്. ആ അറേഞ്ച്മെൻറ്റിനെ കാണിക്കുന്ന ഒരു പദമാണ് ക്ലോസ്ലി പാക്ഡ്. ദ പാർട്ടിക്കിൾസ് ആർ ക്ലോസ്ലി പാക്ഡ്. അതിനെക്കുറിച്ച് നമുക്ക് ഈ ചാപ്റ്ററിൽ വളരെ വിശദമായി പഠിക്കാനുണ്ട്. അതടുത്ത വീഡിയോകളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഇത്രമാത്രം മനസ്സിലാക്കുക. ഹൗ ദ പാർട്ടിക്കിൾസ് ആർ അറേഞ്ച്ഡ്? ദേ ആർ ക്ലോസ്ലി പാക്ഡ്. ഇൻ സോളിഡ്സ് ദ പാർട്ടിക്കിൾസ് ആർ ദ കൺസ്റ്റിറ്റ്വൻ്റ് പാർട്ടിക്കിൾസ് ആർ ക്ലോസ്ലി പാക്ഡ്. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത്, മാറ്ററിനെ 3 തരത്തിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നതിൽ രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് ഈ കൺസ്റ്റിറ്റ്വൻ്റ് പാർട്ടിക്കിൾസ്
അവയ്ക്കിടയ്ക്ക് എന്ത് തരത്തിലുള്ള ബോണ്ടിങ് ആണുള്ളത്, അവയ്ക്കിടയ്ക്ക് എന്ത് തരത്തിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സാണ് നിലനിൽക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ സോളിഡുകളെ സംബന്ധിച്ചിടത്തോളം ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദീസ് പാർട്ടിക്കിൾസ് ഈസ് സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ളത് കൊണ്ടാണ് അവർ ക്ലോസ്ലി പാക്ക്ഡ് എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ വളരെ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നവരായിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻ സോളിഡ്സ് ദ പാർട്ടിക്കിൾസ് ആർ ക്ലോസ്ലി പാക്ക്ഡ് ആൻഡ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഈസ് ടു സ്ട്രോങ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് പാർട്ടിക്കിളുകൾ തമ്മിൽ വളരെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഒരു പുതിയ തീപ്പെട്ടിയിൽ എങ്ങനെയാണോ തീപ്പെട്ടി കോലുകൾ അടുക്കിയിരിക്കുന്നത് അവരുടെ ഇടയിൽ ഗ്യാപ്പൊന്നും ഉണ്ടാവില്ല, വളരെ ചേർത്ത് അടുക്കി വെച്ചിട്ടുണ്ടാവും. അതാണ് സോളിഡ് എന്ന് പറയുന്ന സബ്സ്റ്റൻസിൽ പാർട്ടിക്കിളുകൾക്ക് ഇടയ്ക്ക് ഗ്യാപ്പില്ലാതെ കൃത്യമായി അടുക്കി വച്ചിരിക്കുന്ന ഒരു കൃത്യമായ സ്ട്രക്ചറുള്ള സബ്സ്റ്റൻസുകളായിരിക്കും സോളിഡുകൾ. അപ്പോൾ അവയ്ക്കിടയിലുള്ള അകലം വളരെ കുറവായിരിക്കും. അത് അതിൻ്റെ ഇടയ്ക്കുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കൂട്ടാനും കാരണമാവും. ഓക്കെ, എന്നാൽ ആ പെട്ടിയിൽ നമ്മളൊരു പകുതി തീപ്പെട്ടികൾ എടുത്താൽ എന്താണോ അതിൻ്റെ അവസ്ഥ, അതാണ് ലിക്വിഡ് സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം. ദർ വിൽ ബി ഗ്യാപ്പ് ബിറ്റ്വീൻ ദി പാർട്ടിക്കിൾസ്. ക്ലോസ്ലി പാക്ക്ഡ് അല്ല, ലൂസ്ലി പാക്ക്ഡ് ആണ്. അവയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള, വളരെ ചുരുങ്ങിയ സ്ഥലത്തിനുള്ളിൽ മൂവ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ആ തീപ്പെട്ടിയുടെ പെട്ടിയിൽ 1-2 തീപ്പെട്ടി കൊള്ളികൾ മാത്രം അവശേഷിക്കുമ്പോൾ അതിനെ നമുക്ക് ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആയിട്ട് കണക്കാക്കാം. ദേ ആർ ഫ്രീ ടു മൂവ്. അതിൻ്റെ ഇടയിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ആ പർട്ടിക്കുലർ വോള്യത്തിൻ്റെ ഉള്ളിൽ ഉള്ള പാർട്ടിക്കിളുകളുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ മോസ്റ്റ് ലൂസ്ലി പാക്ക്ഡ് ആണ്. വളരെയധികം ബൈൻഡിങ് ഫോഴ്സ് വളരെയധികം കുറഞ്ഞ് വളരെയധികം ഫ്രീഡം ഓഫ് മൂവ്മെൻ്റ് ഉള്ള സബ്സ്റ്റൻസുകളാണ് ഏത് സ്റ്റേറ്റിൽ കാണുന്നത്? ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ കാണുന്നത്. അപ്പോൾ വളരെ റെസ്ട്രിക്ഷനോടുകൂടെ വളരെ കൃത്യമായിട്ടുള്ള അടുക്കും ചിട്ടയോടും കൂടെ പാർട്ടിക്കിളുകളെ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് നമുക്ക് എവിടെ കാണാൻ കഴിയുന്നത്? സോളിഡ് സബ്സ്റ്റൻസിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ 2 പ്രോപ്പർട്ടീസ് പറഞ്ഞു സോളിഡ് സ്റ്റേറ്റിൻ്റെ. സോളിഡ്സ് ആർ സബ്സ്റ്റൻസസ് ഹാവിങ് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് ഡെഫിനിറ്റ് വോള്യം. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് in solids the particles are closely packed and the force of attraction between the particles is strong. Okay, ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. സോ ദ സോളിഡ്സ് ആർ റിജിഡ് ആൻഡ് ഇൻകംപ്രസിബിൾ. റിജിഡ് ആണെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ടു ഹാർഡ്, റിജിഡായിട്ട് നിൽക്കുന്നതാണ്. ആൻഡ് ഇൻകംപ്രസിബിൾ, മാക്സിമം നമ്മൾ അതിലേക്ക് കൊടുത്തിരിക്കുകയാണ്, പാർട്ടിക്കിളുകളെ അടുക്കി ചേർക്കാവുന്നിടത്തോളം അടുക്കി ചേർത്തിരിക്കുകയാണ്. അതുകൊണ്ട് അതിന് ഇനിയും കംപ്രസ് ചെയ്യുക എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ അത് സംഭവിക്കില്ല. കംപ്രസ് ചെയ്യാവുന്നിടത്തോളം, ചേർത്ത് വയ്ക്കാവുന്നിടത്തോളം പാർട്ടിക്കിളുകളെ കൂട്ടിച്ചേർത്ത് അടുത്ത് ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ സോളിഡ് സബ്സ്റ്റൻസിന് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ദേ ആർ ഇൻകംപ്രസിബിൾ, ദേ ആർ റിജിഡുമാണ് ഇൻകംപ്രസിബിളുമാണ് സോളിഡ് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞ പ്രോപ്പർട്ടി തന്നെയാണ്, ആ ക്വാളിറ്റി തന്നെയാണ് ഈ 2 പ്രോപ്പർട്ടീസും സോളിഡ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏത് പ്രോപ്പർട്ടീസാണ്? ദേ ആർ ക്ലോസ്ലി പാക്ഡ് ആൻഡ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് ടു സ്ട്രോങ്. സോ ദ സോളിഡ് സബ്സ്റ്റൻസസ് ആർ റിജിഡ് ആൻഡ് ദേ ആർ ഇൻകംപ്രസിബിൾ. ഇനി അടുത്ത ഒരു കാര്യമെന്ന് പറയുന്നത് ഇൻ സോളിഡ്സ് ദെയർ കൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ്. ഇപ്പോൾ കൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ് എന്താണെന്ന് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു. ഒരു സബ്സ്റ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് പാർട്ടിക്കിളുകളാണോ അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അവയെയാണ് നമ്മൾ കൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ്. ഈ കൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസായി വരാവുന്നത് ആറ്റങ്ങളാവാം, മോളിക്യൂളുകളാവാം, അയോണുകളാവാം. ആറ്റങ്ങളാവാം, മോളിക്യൂളുകളാവാം, അയോണുകളാവാം. എന്താണോ ആ സോളിഡ് സബ്സ്റ്റൻസിൻ്റെ അതല്ലെങ്കിൽ ആ മാറ്ററിൻ്റെ ബിൽഡിംഗ് പാർട്സ്, അത് ബിൽഡ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്, ആ മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്, അത് ആറ്റങ്ങൾ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയതെങ്കിൽ അങ്ങനെ, അതല്ല അത് മോളിക്യൂൾസ് ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ അങ്ങനെ, അതല്ല അത് അയോണുകൾ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ അതാണ് അങ്ങനെ. എന്ത് ചേർത്തിട്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത് ആ പാർട്ടിക്കിളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ് എന്ന് വിളിക്കുന്നത്. സോളിഡ്സിൽ
കൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസിന് ദേ ഹാവ് എ ഫിക്സഡ് പൊസിഷൻസ് ഉണ്ട്. ഓരോന്നിനും ഇന്ന സ്ഥലത്താണ് നിർത്തേണ്ടത്. അതിന് കൃത്യമായിട്ടുള്ള പൊസിഷനുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദേ ക്യാൻ ഓൺലി വൈബ്രേറ്റ്. അതിന് മൂവ് ചെയ്യാൻ പറ്റില്ല, അതിന് വൈബ്രേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഒന്ന് അങ്ങോട്ട് നീങ്ങുക, ഇങ്ങോട്ട് നീങ്ങുക, ഒരു പെൻഡുലം ആടുന്നത് പോലെ വൈബ്രേറ്റ് ചെയ്യാം. എന്തിനെ കണക്കാക്കി വൈബ്രേറ്റ് ചെയ്യാം? എബൌട്ട് ദെയർ മീൻ പൊസിഷൻസ്. അതിൻ്റെ മീൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പെൻഡുലം തൂങ്ങിക്കിടക്കുന്ന ആ സ്ട്രെയിറ്റ് ലൈനാണ് നമ്മൾ മീൻ പൊസിഷൻ എന്ന് പറയുന്നത്. അവിടുന്ന് ഇടത്തോട്ടും അത് കുറച്ച് നീങ്ങും, വലത്തോട്ടും അത് കുറച്ച് നീങ്ങും. അതിൻ്റെ അപ്പുറത്തേക്ക് അതിന് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു പാർട്ടിക്കിളിന് ഒരു ഫിക്സഡ് പൊസിഷൻ ഉണ്ട്. ആ പൊസിഷനിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ ആർക്ക് ലഭിക്കുന്നുണ്ട്? സോളിഡ്സിന് ലഭിക്കുന്നുണ്ട്. അതല്ലാതെ സോളിഡ് പാർട്ടിക്കിൾസിന് ആ മാറ്ററിനുള്ളിൽ മൂവ് ചെയ്യാനുള്ള ഫ്രീഡം ഇല്ല. അപ്പോൾ സോളിഡിലെ കൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുമോ? ദേ വിൽ നോട്ട് മൂവ്, ബട്ട് ദേ ക്യാൻ വൈബ്രേറ്റ്. അതിനൊരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല, ബട്ട് ദേ ക്യാൻ വൈബ്രേറ്റ്. അതിന് വൈബ്രേറ്റ് ചെയ്യാം. വൈബ്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ദേ ക്യാൻ ഡു എ ടു ആൻഡ് ഫ്രോ മോഷൻ, ഒരു ടു ആൻഡ് ഫ്രോ മൂവ്മെൻറ്റ് നടത്താൻ അവർക്ക് കഴിയും എബൌട്ട് ദെയർ മീൻ പൊസിഷൻസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സോളിഡ് സ്റ്റേറ്റിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്ന് പറയുന്നത്. സോളിഡ്സ് ആർ സബ്സ്റ്റൻസസ് ഹാവിങ് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് ഡെഫിനിറ്റ് വോള്യം. In solids, the particles are closely packed and the force of attraction between the particles is strong. So, the solids are rigid and incompressible, and their constituent particles, that is atoms, molecules or ions, whatever it is, they have fixed positions and they can only vibrate about their mean positions. Okay. ഇനി നമുക്ക് ഈ സോളിഡുകളെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് സോളിഡുകളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ്. ഓൺ ദ ബേസിസ് ഓഫ് ഓർഡർലി അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ്, സോളിഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആൻഡ് അമോർഫസ് സോളിഡ്സ്. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്? പലതരത്തിൽ നമുക്ക് സോളിഡുകളെ ക്ലാസിഫൈ ചെയ്യാം. ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ഓർഡർലി അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ്. എങ്ങനെയാണ് പാർട്ടിക്കിളുകളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ദ നേച്ചർ ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ്. ഓർഡർലി ആയിട്ടാണോ, കൃത്യമായിട്ടുള്ള ഓർഡറോട് കൂടിയാണോ പാർട്ടിക്കിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതല്ല ഓർഡർ ഇല്ലാതെയാണോ പാർട്ടിക്കിളുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സോളിഡുകളെ നമുക്ക് രണ്ട് തരത്തിൽ ഡിവൈഡ് ചെയ്യാം, രണ്ട് ക്ലാസിഫിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ള രണ്ട് വാക്കുകളാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആൻഡ് അമോർഫസ് സോളിഡ്സ്. നിങ്ങൾ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട സെക്ഷനാണ്, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. ക്രിസ്റ്റലൈൻ സോളിഡ് എന്താണ്, അമോർഫസ് സോളിഡ് എന്താണ്, അതിൻ്റെ ഡിഫറൻസുകൾ എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടീസിൽ ചില കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഹൗ ദ സോളിഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ്? ഓൺ ദ ബേസിസ് ഓഫ് ഓർഡർലി അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ്. പാർട്ടിക്കിളുകൾ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സോളിഡുകളെ ക്രിസ്റ്റലൈൻ സോളിഡുകളെന്നും അമോർഫസ് സോളിഡുകളെന്നും രണ്ടായി തരംതിരിച്ചിരിക്കും. ഇനി അതിൽ നമുക്ക് ഒന്നാമത്തത് നോക്കാം, ക്രിസ്റ്റലൈൻ സോളിഡ്സ്. എങ്ങനെയുള്ള സോളിഡുകളെയാണ് ക്രിസ്റ്റലൈൻ സോളിഡുകൾ എന്ന് വിളിക്കുന്നത്? ഇൻ ദി സോളിഡ്സ് the constituent particles have a well ordered arrangement throughout the solid. ആ സോളിഡിൽ ഉടനീളം കൃത്യമായ റെഗുലറായിട്ടുള്ള ഓർഡർലി അറേഞ്ച്മെൻ്റ് ഉണ്ടെങ്കിൽ, അതിനെ നമുക്ക് റെഗുലർ റിപ്പീറ്റീഷൻസ് എന്ന് വിളിക്കാം. റെഗുലർ റിപ്പീറ്റീഷൻസ്, കൃത്യമായി റിപ്പീറ്റ് ചെയ്ത് വരുന്ന സ്ട്രക്ചറാണ് നിങ്ങൾ കയ്യിലെടുത്തിരിക്കുന്ന സോളിഡിനുള്ളത് എങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ക്രിസ്റ്റലൈൻ സോളിഡുകൾ എന്ന് വിളിക്കാം. അപ്പോൾ എങ്ങനെയുള്ള സോളിഡുകളാണ് ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറയുന്നത്?
the solids in which the constituent particles have a regular arrangement. If the constituent particles are regularly repeated, if the constituent particles have a strict order, then that solid is known as crystalline solids. Okay, so in these solids the constituent particles have a well ordered arrangement throughout the solid. സോളിഡിൽ ഉടനീളം കൃത്യമായ അറേഞ്ച്മെൻറ്റ് ഉള്ള സോളിഡുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്രിസ്റ്റലൈൻ സോളിഡുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ദേ ഹാവ് എ ലോങ് റേഞ്ച് ഓർഡർ. ലോങ് റേഞ്ച് ഓർഡർ ഉണ്ട്. ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പറയുന്ന റിപ്പീറ്റേഷൻ ഇറ്റ് ഈസ് നോട്ട് ഫോർ എ ഷോർട്ട് റേഞ്ച്, ഒരു ചെറിയ ഭാഗത്തിനുള്ളതല്ല. ഒരു സോളിഡ് സബ്സ്റ്റൻസ് എടുത്താൽ ആ സോളിഡ് സബ്സ്റ്റൻസിൽ ലോങ് റേഞ്ച് ഓർഡറിലാണ് എന്ത് കാണുന്നത്? ആ റെഗുലർ പാറ്റേൺ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മളതിനെ പറയും ദേ ഹാവ് ലോങ് റേഞ്ച് ഓർഡർ. ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസുകൾക്ക് എന്താണുള്ളത്? ലോങ് റേഞ്ച് ഓർഡറാണ് ഉള്ളത്. ഓക്കെ, ദേ കൺസിസ്റ്റ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് സ്മോൾ ക്രിസ്റ്റൽസ്. ഈ ഓർഡർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പറയാം അതിൽ ഒരു സോളിഡ് ക്രിസ്റ്റലൈൻ സോളിഡ് സബ്സ്റ്റൻസ് എടുത്താൽ അതിൽ കുട്ടി 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 ക്രിസ്റ്റലുകൾ അടുക്കി വെച്ചിരിക്കുന്നത് പോലെയാണ് എന്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? ക്രിസ്റ്റലൈൻ സോളിഡുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ബിക്കോസ് ദേ ഹാവ് എ ഫിക്സഡ് ഓർഡർ. അവയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ ഉണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് കുട്ടി 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 ക്രിസ്റ്റലുകളായിട്ട് ആ ക്രിസ്റ്റലുകളെ ചേർത്ത് 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 വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അടുത്ത പോയിന്റ്, ദേ ഹാവ് എ ഡെഫിനിറ്റ് ജോമെട്രിക്കൽ ഷേപ്പ്, മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. കൃത്യമായ ഓർഡർ ഉള്ളതുകൊണ്ട്, കൃത്യമായ അറേഞ്ച്മെൻ്റ് ഉള്ളതുകൊണ്ട് അതിന് കൃത്യമായ ഒരു ഷേപ്പുമുണ്ട്, അതിന് കൃത്യമായ ഒരു മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ട്, അതിന് കൃത്യമായ ഒരു ബോയിലിംഗ് പോയിൻറ്റും ഉണ്ട്. ഈ പറയുന്ന പ്രോപ്പർട്ടീസൊക്കെ എന്തുകൊണ്ടാണ് അതിൽ ലഭിക്കുന്നത്? ബിക്കോസ് ഓഫ് ദ റെഗുലർ അറേഞ്ച്മെൻറ്റ്, ബിക്കോസ് ഓഫ് ദ റെഗുലർ റിപ്പീറ്റേഷൻസ്. ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ വീണ്ടും വീണ്ടും കൃത്യമായി അതേ ഘടനയിൽ ആവർത്തിക്കപ്പെട്ടു വരുന്നത് കൊണ്ടാണ് ക്രിസ്റ്റലൈൻ സോളിഡുകൾക്ക് ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഷേപ്പും ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും എല്ലാതും ലഭിക്കുന്നത്. ഓക്കെ, അത് എവിടെ എടുത്താലും ഏത് പോയിൻ്റ് എടുത്ത് നോക്കിയാലും അവിടെയുള്ള സ്ട്രക്ചർ സെയിം ആയിരിക്കും. അപ്പോൾ അവിടെയുള്ള മെൽറ്റിംഗ് പോയിൻ്റ്, ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടീസുകളൊക്കെ കൃത്യമായിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും ആർക്ക് ലഭിക്കുക? ക്രിസ്റ്റലൈൻ സോളിഡുകൾക്ക് ലഭിക്കുക. ഇനി ഇതിനുള്ള ഉദാഹരണങ്ങൾ ക്വാർട്സ്, ഡയമണ്ട്, ഗ്രാഫൈറ്റ്, സോഡിയം ക്ലോറൈഡ്, ഇതൊക്കെ നാഫ്തലിൻ, ഇതൊക്കെ നമുക്ക് എന്തിന് ഉദാഹരണങ്ങളായിട്ട് പറയാം? ക്രിസ്റ്റലൈൻ സോളിഡുകൾക്ക് ഉദാഹരണങ്ങളായിട്ട് പറയാം. ഈ പറയുന്ന ഉദാഹരണങ്ങളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവയ്ക്കൊക്കെ കൃത്യമായിട്ടുള്ള ഷേപ്പ് ഉണ്ട്, ഡെഫിനിറ്റ് ബോയിലിംഗ് പോയിൻ്റ് ഉണ്ട്, മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ട്, എല്ലാ ഭാഗത്തും ഒരുപോലെയാണ് അതിൻ്റെ കൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു പാർട്ട് എടുത്ത് നോക്കിയാലും അവിടെയൊക്കെ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും. എല്ലാ തരത്തിലുള്ള പ്രോപ്പർട്ടീസും ഏതൊരു പോയിൻ്റ് എടുത്ത് നോക്കിയാലും ക്രിസ്റ്റലൈൻ സോളിഡിൽ സെയിം ആയിരിക്കും. ഓക്കെ, സോ ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. ഇൻ ദീസ് സോളിഡ്സ് ദ കൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് ഹാവ് എ വെൽ ordered arrangement throughout the solid. They have a long range order. They consist of a large number of small crystals and they have a definite geometrical shape, definite melting point and definite heat of fusion. Okay, now the next one is amorphous solid. ഇനി നമുക്ക് എന്താണ് അമോർഫസ് സോളിഡ്? ഇതിന് നമ്മൾ ഈ പറഞ്ഞതിന് നേരെ വിപരീതമായിട്ടുള്ള സോളിഡുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അമോർഫസ് സോളിഡ് എന്ന് വിളിക്കുന്നത്. In these solids, the ordered arrangement of constituent particles is only at some portions of the solids. കൃത്യമായിട്ടുള്ളൊരു ഓർഡേർഡ് അറേഞ്ച്മെൻറ്റ് നമുക്ക് കാണാൻ കഴിയുകയില്ല. ആ ഓർഡർലിനെസ്, റെഗുലർ റിപ്പീറ്റേഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഇല്ലാത്ത, റെഗുലറായി അറേഞ്ച് ചെയ്യപ്പെടാത്ത കുറച്ച് ഭാഗങ്ങളിൽ മാത്രം നമുക്ക് ഒരു ഓർഡർ കാണാൻ പറ്റുന്ന സോളിഡുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അമോർഫസ് സോളിഡ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഒരു ഭാഗം നോക്കിയാൽ അവിടെ കുറച്ച് ഓർഡർ ഉണ്ട്,
തൊട്ട അടുത്ത സെക്ഷനിലേക്ക് പോയി നോക്കിയാൽ ഈ ഓർഡറിൽ നിന്നും അത് വ്യത്യാസമായിരിക്കും. അപ്പോൾ എല്ലാ ഭാഗത്തും ആ സോളിഡ് എല്ലാ ഭാഗത്തും ഒരേപോലെയുള്ള ഒരു അറേഞ്ച്മെൻറ്റ് കൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസൊക്കെ സെയിം തന്നെയായിരിക്കും. ഒരേ കൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ് തന്നെയായിരിക്കും ഉണ്ടാകും. പക്ഷേ ആ കൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി കൃത്യമായിട്ടുള്ള റെഗുലറായിട്ടുള്ള ഓർഡറായിട്ടുള്ള ഒരു പാറ്റേണിൽ അല്ല. അങ്ങനെ ഒരു ഓർഡർലി പാറ്റേൺ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ അത് ഒരു ഷോർട്ട് റേഞ്ചിൽ മാത്രം, ഒരു ചെറിയ ഒരു ഭാഗത്ത് മാത്രം കാണപ്പെടും. അപ്പുറത്തേക്ക് കടന്നു എന്ന് വെച്ചാൽ ആ ഓർഡറിന് ചെറുതായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള സോളിഡുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അമോർഫസ് സോളിഡുകൾ എന്ന് വിളിക്കുന്നത്. ഇൻ ദീസ് സോളിഡ്സ് ദ ഓർഡേർഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് കൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ് ഈസ് ഓൺലി അറ്റ് സം പോർഷൻസ് ഓഫ് ദി സോളിഡ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ദേ ഹാവ് ഓൺലി ഷോർട്ട് റേഞ്ച് ഓർഡർ. അവയ്ക്ക് എന്ത് മാത്രമേ ഉള്ളൂ? ഒരു ഷോർട്ട് റേഞ്ച് ഓർഡർ മാത്രമേ ഉള്ളൂ. ദ സ്ട്രക്ചർ ഓഫ് ദീസ് സോളിഡ്സ് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് ലിക്വിഡ്സ്. ഏകദേശം ലിക്വിഡിനോട് സാദൃശ്യമുള്ള ഒരു സ്ട്രക്ചറാണ് ഏതിന് കാണുന്നത്? അമോർഫസ് സോളിഡിന് കാണുന്നത്. ഓക്കെ, ലിക്വിഡിനോട് സാമ്യമുള്ള ഒരു സ്ട്രക്ചറാണ് അമോർഫസ് സോളിഡിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ദേ ഹാവ് നോ ഡെഫിനിറ്റ് ജോമെട്രിക്കൽ ഷേപ്പ്, മെൽറ്റിംഗ് പോയിൻറ്റ് ആൻഡ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. അറേഞ്ച്മെൻറ്റ് കൃത്യമല്ലാത്തത് കൊണ്ട് തന്നെ, ഓർഡർ കൃത്യമല്ലാത്തത് കൊണ്ട് തന്നെ ഒരു കൃത്യമായിട്ടുള്ള പ്രോപ്പർട്ടീസും അതിന് ലഭിക്കുന്നില്ല. മെൽറ്റിംഗ് പോയിൻ്റ് വ്യത്യാസപ്പെട്ടേക്കാം, ഹീറ്റ് ഓഫ് ഫ്യൂഷൻ വ്യത്യാസപ്പെട്ടേക്കാം, ഷേപ്പുകൾ പലതരത്തിലാവാം. ഓക്കെ, അതുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു ഷേപ്പോ പ്രോപ്പർട്ടീസോ നമുക്ക് എന്തിന് പറയാൻ കഴിയുകയില്ല? അമോർഫസ് സോളിഡുകൾക്ക് പറയാൻ കഴിയില്ല. ഇനി അതിനുള്ള ഉദാഹരണങ്ങളാണ് പ്ലാസ്റ്റിക്, ഗ്ലാസ്, റബ്ബർ, PVC, കോൾ, കോക്ക്. ഇതൊക്കെ എന്തിനുള്ള ഉദാഹരണങ്ങളാണ്? അമോർഫസ് സോളിഡുകൾക്കുള്ള ഉദാഹരണം. അപ്പോൾ എങ്ങനെയുള്ള സോളിഡുകളാണ് അമോർഫസ് സോളിഡുകൾ? കൃത്യമായിട്ടുള്ള കൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസിന് കൃത്യമായിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ് ത്രൂ ഔട്ട് ദ സോളിഡ്, ഒരു റെഗുലർ അറേഞ്ച്മെൻറ്റ് ഇല്ല എങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? അമോർഫസ് സോളിഡ് എന്ന് വിളിക്കാം. അത് ഏകദേശം ലിക്വിഡിനോട് സാമ്യമുള്ളതാണ്. അതിന് കൃത്യമായിട്ടുള്ളൊരു ഷേപ്പോ പ്രോപ്പർട്ടീസോ ഡെഫിനിറ്റായിട്ട് നമുക്ക് പറയാം. ഇന്ന ഷേപ്പിലാണ് കാണുന്നത്, ഇതാണ് അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ്, ഇത്രയാണ് അതിൻ്റെ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് നമുക്ക് എക്സാക്ട്ലി ദിസ് വാല്യൂ എന്ന് പറയാൻ കഴിയുകയില്ല. ഇനി ഈ അമോർഫസ് സോളിഡിനുള്ള മറ്റുള്ള ചില പ്രത്യേകതകളോട് നോക്കാം. നമ്മൾ പറഞ്ഞു ലിക്വിഡിനോട് സാമ്യമുള്ള ഒരു സ്ട്രക്ചറാണ് അമോർഫസ് സോളിഡിനുള്ളതെന്ന്. ലൈക്ക് ലിക്വിഡ്സ്, അമോർഫസ് സോളിഡ്സ് have a tendency to flow very slowly. വളരെ സ്ലോ ആയിട്ട് ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നത് പോലെ ഫ്ലോ ചെയ്യാനുള്ള, ഒഴുകുവാനുള്ള ഒരു ടെൻഡൻസി ആര് കാണിക്കാറുണ്ട്? അമോർഫസ് സോളിഡുകൾ കാണിക്കാം. എന്നാൽ അത് ലിക്വിഡാണോ? അത് ലിക്വിഡല്ല, സോളിഡാണ്. 100% സോളിഡായിട്ടുള്ള സബ്സ്റ്റൻസുകളാണ്. പക്ഷേ അതിൻ്റെ റെഗുലർലി ഓർഡേർഡ് അറേഞ്ച്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട്, ഒരു കൃത്യമായിട്ടുള്ള അറേഞ്ച്മെൻറ്റ് പാർട്ടിക്കിൾസിന് അറേഞ്ച്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ടും, അതിൻ്റെ ഓർഡർ ഷോർട്ട് റേഞ്ച് ഓർഡർ ആയതുകൊണ്ടും അതിന് ഫ്ലോ ചെയ്യാനുള്ള, ഒഴുകാനുള്ള ഒരു ടെൻഡൻസി അമോർഫസ് സോളിഡുകൾ കാണിക്കാറുണ്ട്. അതുകൊണ്ട് ആ അമോർഫസ് സോളിഡുകളെ ചിലപ്പോൾ സ്യൂഡോ സോളിഡുകളെന്നും സൂപ്പർ കൂൾഡ് ലിക്വിഡുകളെന്നും പേരിട്ട് വിളിക്കാറുണ്ട്. സോ വൈ the amorphous solids are called pseudo solids or super cooled liquids? Because they have a tendency to flow. ഒരു ഫ്ലോ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്, ലൈക്ക് ദാറ്റ് ഓഫ് ലിക്വിഡ്സ്. ലിക്വിഡിനെ പോലെ ഫ്ലോ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അമോർഫസ് സോളിഡുകൾ കാണിക്കുന്നത് കൊണ്ട് അവയെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? സ്യൂഡോ സോളിഡുകളെന്നോ അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡുകളെന്നോ പേരിട്ട് വിളിക്കാറുണ്ട്. ഇനി ഒരു ഉദാഹരണമാണ് പറയാൻ പോകുന്നത്. ഗ്ലാസ് പെയിൻസ് ഫിക്സഡ് ടു വിൻഡോസ് ഓർ ഡോർസ് ഓഫ് ഓൾഡ് ബിൽഡിങ്സ് ആർ സ്ലൈറ്റ്ലി തിക്കർ അറ്റ് ദ ബോട്ടം ദാൻ അറ്റ് ദ ടോപ്പ്. കുറേ പഴക്കം ചെന്ന ബിൽഡിങ്ങുകളിൽ, പഴക്കം ചെന്ന ഗ്ലാസ്സുകളിൽ, ജനലിനോ അല്ലെങ്കിൽ വാതിലിനോ ഒക്കെ ഗ്ലാസ്സുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്ലാസിൻ്റെ സ്ട്രക്ചർ നോക്കിയാൽ ജനലിൻ്റെ മുകൾ ഭാഗത്തുള്ള ഗ്ലാസ്സിനേക്കാൾ കുറച്ചുകൂടെ തിക്നെസ് അതിൻ്റെ താഴെ വശത്തേക്ക് വന്നിട്ടുണ്ട്. അതിന് കാരണം നമ്മൾ ഈ പറഞ്ഞ പ്രോപ്പർട്ടിയാണ്. ബിക്കോസ്
they have a tendency to flow. This is because the glass flows down very slowly and makes the bottom portion slightly thicker. ഓക്കെ, ചെറുതായിട്ട് വളരെ സ്ലോ ആയിട്ട് ഗ്ലാസ്സിലെ പാർട്ടിക്കിൾസ് താഴത്തേക്ക് ഫ്ലോ ചെയ്യുന്നത് കൊണ്ട് മുകൾ ഭാഗത്ത് ഇത് കാലങ്ങളോളം എടുത്ത് നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. അതുകൊണ്ടാണ് വളരെ പഴക്കം ചെന്ന ബിൽഡിങ്ങുകളിൽ വളരെ പഴക്കം ചെന്ന ഗ്ലാസ്സുകളൊക്കെ എടുത്ത് നോക്കിയാൽ എന്ന് മാത്രം പറയുന്നത്. ഒരുപാട് കാലം കൊണ്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിൻ്റെ സ്യൂഡോ സോളിഡ് അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന് പറയുന്ന ആ ഒരു പ്രോപ്പർട്ടി, ആ ഒരു പ്രതിഭാസമാണ് ഈ ഗ്ലാസിൻ്റെ താഴെ ഭാഗത്തിന് തിക്നെസ് കൂടാൻ കാരണമായിട്ടുള്ളത്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ നമുക്ക് അമോർഫസ് സോളിഡിൽ പറയാനുണ്ട്. അമോർഫസ് സോളിഡ്സ് ഓൺ ഹീറ്റിംഗ് ബിക്കം ക്രിസ്റ്റലൈൻ അറ്റ് സം ടെമ്പറേച്ചർ. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അമോർഫസ് സോളിഡ് നമ്മൾ ചൂടാക്കുകയാണെങ്കിൽ അത് എന്തായി മാറും? എന്തിൻ്റെ പ്രോപ്പർട്ടീസ് കാണിക്കും? ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ പ്രോപ്പർട്ടി കാണിക്കും. അതുകൊണ്ടാണ് സം ഗ്ലാസ് ഓബ്ജക്ട്സ് ഫ്രം ആൻഷ്യൻറ്റ് സിവിലൈസേഷൻസ് ആർ ഫൗണ്ട് ടു ബിക്കം മിൽക്കി ഇൻ അപ്പിയറൻസ് ഡ്യൂ ടു സം ക്രിസ്റ്റലൈസേഷൻ. ഒരുപാട് പഴയ ഗ്ലാസ്സുകളൊക്കെ അതിൻ്റെ ടെമ്പറേച്ചറിലുള്ള വ്യതിയാനം കാരണം ഏതോ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അത് എന്തായിട്ട് മാറും? ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ആയിട്ട് മാറും. അങ്ങനെ ആ ടെമ്പറേച്ചറിൽ എത്തുകയും അത് ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ആയിട്ട് മാറുകയും ചെയ്യുന്നത് കൊണ്ടാണ് ചില ഗ്ലാസ് പാർട്ടിക്കിൾസ് എന്ത് നിറത്തിൽ കാണപ്പെടുന്നത്? മിൽക്കി ആയിട്ട് കാണപ്പെടുന്നത്. ഒരു ചെറിയൊരു വെള്ള നിറം അതിലേക്ക് കാണപ്പെടുന്നതിന് കാരണം അമോർഫസ് സോളിഡിൻ്റെ ഈ പർട്ടിക്കുലർ പ്രോപ്പർട്ടിയാണ്. എന്താണ് പ്രോപ്പർട്ടി? അറ്റ് സം ടെമ്പറേച്ചർ ഇറ്റ് വിൽ ബിക്കം ക്രിസ്റ്റലൈൻ. നമ്മളത് ചൂടാക്കുകയാണെങ്കിൽ ആ ചൂട് ഓരോ സബ്സ്റ്റൻസിനും ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ അത് എന്തായിട്ട് മാറും? ക്രിസ്റ്റലൈൻ സോളിഡായിട്ട് മാറും. ക്രിസ്റ്റലൈസേഷൻ സംഭവിക്കും അതുകൊണ്ടാണ് ആൻഷ്യൻ സിവിലൈസേഷനിലുള്ള ചില ഗ്ലാസ് ഓബ്ജക്റ്റുകളൊക്കെ എന്തായിട്ട് നിറം മിൽക്കി ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, ഇനി വേറൊരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി പറയാനുള്ളത് അമോർഫസ് സോളിഡ്സ് ആർ ഐസോട്രോപിക്. അമോർഫസ് സോളിഡുകളെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഐസോട്രോപിക് എന്ന് വിളിക്കും. അപ്പോൾ എന്താണ് ഐസോട്രോപിക് എന്നറിയണം. അത് നമുക്ക് നോക്കാം, വാട്ട് ഈസ് ഐസോട്രോപിക് എന്ന്. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണ് അമോർഫസ് സോളിഡുകളുടെ പ്രത്യേകതകളെന്ന് പറയുന്നത്. അത് ഐസോട്രോപിക് എന്ന് പറയുമ്പോൾ നമുക്ക് ഐസോട്രോപിക്കും പറയണം, അനൈസോട്രോപിക്കും പറയണം. ഇത് ഒരു സബ്സ്റ്റൻസിൻ്റെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് പദങ്ങളാണ് ഐസോട്രോപിക് എന്ന് പറയുന്നതും അനൈസോട്രോപിക് എന്ന് പറയും. ഇതും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വൺ വേർഡ് ക്വസ്റ്റ്യനായിട്ടോ ചെറിയ മാർക്കിനുള്ള ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഐസോട്രോപിക് സബ്സ്റ്റൻസസ് ആൻഡ് അനൈസോട്രോപിക് സബ്സ്റ്റൻസസ്? എന്താണ് ഐസോട്രോപിക് എന്ന് പറഞ്ഞാൽ? എന്താണ് അനൈസോട്രോപിക് എന്ന് പറഞ്ഞാൽ? അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ രണ്ട് തരത്തിലുള്ള സോളിഡുകൾ പറഞ്ഞു. ക്രിസ്റ്റലൈൻ സോളിഡ് എന്നും പറഞ്ഞു, അമോർഫസ് സോളിഡ് എന്നും പറഞ്ഞു. അതിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഐസോട്രോപിക്കും അനൈസോട്രോപിക്കും മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ ഈ അനൈസോട്രോപിക് എന്ന് പറഞ്ഞാൽ ചില സോളിഡുകളിൽ ഓരോ സബ്സ്റ്റൻസിനും അതിൻ്റേതായിട്ടുള്ള പ്രോപ്പർട്ടീസ് കാണും. അപ്പോൾ നമ്മൾ സോളിഡ് സബ്സ്റ്റൻസിന് പ്രധാനമായിട്ടും പറയുന്ന പ്രോപ്പർട്ടീസാണ് ഇലക്ട്രിക്കൽ കണ്ടക്റ്റൻസ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നതൊക്കെ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസിന് ഉദാഹരണങ്ങളാണ്. ഈ പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഓരോ ഡയറക്ഷനിലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചില സബ്സ്റ്റൻസുകൾക്ക് ഓരോ ഡയറക്ഷനിലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെഷർ ചെയ്യുന്ന പ്രോപ്പർട്ടിയുടെ വാല്യൂ ചിലപ്പോൾ മാറും, ചിലപ്പോൾ മാറില്ല. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയുള്ളതിനെയാണ് നമുക്ക് ഐസോട്രോപിക് എന്ന് പറയുന്നത്, എങ്ങനെയുള്ളതിനെയാണ് അനൈസോട്രോപിക് എന്ന് പറയുന്നതെന്നാണ് നോക്കുന്നത്. ഓരോ തരത്തിലും ഓരോ ഡയറക്ഷനിൽ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ ഞാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്ത് എനിക്കൊരു വാല്യൂ കിട്ടി. ഞാൻ ആ സബ്സ്റ്റൻസിൽ തന്നെ വേറൊരു ഡയറക്ഷനിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്തു, എനിക്ക് വേറൊരു വാല്യൂ കിട്ടി. മൂന്നാമത്തെ ഡയറക്ഷനിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു, എനിക്ക് മൂന്നാമത്തെ വാല്യൂ കിട്ടി. അപ്പോൾ എനിക്ക് ചില സബ്സ്റ്റൻസുകളിൽ
ഈ പറയുന്ന ഫിസിക്കൽ പ്രോപ്പർട്ടീസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓരോ ഡയറക്ഷനിലും എനിക്ക് ഓരോ വാല്യൂസ് കിട്ടുകയാണ്. ചില സബ്സ്റ്റൻസുകളെ നോക്കിയാൽ എത്ര ഡയറക്ഷനിൽ ഞാൻ ഈ വാല്യൂസൊക്കെ കാൽക്കുലേറ്റ് ചെയ്താലും അതൊക്കെ സെയിം ആയിരിക്കും. ഏത് ഡയറക്ഷനിൽ നോക്കിയാലും സെയിം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, സെയിം ഇലക്ട്രിക്കൽ കണ്ടക്റ്റൻസ്, സെയിം ഹീറ്റ് കണ്ടക്റ്റൻസ്. എന്ത് ഫിസിക്കൽ പ്രോപ്പർട്ടിയാണോ ഞാൻ നോക്കുന്നത് ആ പ്രോപ്പർട്ടീസ് മുഴുവൻ ഞാൻ ഏത് ഡയറക്ഷനിൽ കാൽക്കുലേറ്റ് ചെയ്താലും സെയിം ആയി കിട്ടും. അങ്ങനെ ഏത് ഡയറക്ഷനിലും കാൽക്കുലേറ്റ് ചെയ്ത് എനിക്ക് സെയിം ആയിട്ടുള്ള പ്രോപ്പർട്ടീസാണ് കിട്ടുന്നത് എങ്കിൽ അതിനെ ഞാൻ ഐസോട്രോപിക് എന്നും, വ്യത്യസ്തമായിട്ടുള്ള പ്രോപ്പർട്ടീസാണ് ഓരോ ഡയറക്ഷനിലും എനിക്ക് ലഭിക്കുന്നതെങ്കിൽ അതിനെ ഞാൻ അനൈസോട്രോപിക് എന്നും പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സോളിഡ്സ് in which the physical properties like electrical conductance, refractive index, etc. are different when measured in different directions. നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓരോ ഡയറക്ഷനിൽ മെഷർ ചെയ്യുമ്പോഴും ഓരോ വാല്യൂസാണ് ലഭിക്കുന്നത് എങ്കിൽ then they are said to be anisotrophic in nature. ഏത് സോളിഡാണ് അനൈസോട്രോപിക്? ഏത് സോളിഡാണ് അനൈസോട്രോപിക് ആയിട്ട് കിട്ടുന്നത്? ക്രിസ്റ്റലൈൻ സോളിഡാണ് അനൈസോട്രോപിക് ആയിട്ട് നമ്മൾ കിട്ടും. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു അമോർഫസ് സോളിഡ്സ് ആർ ഐസോട്രോപിക്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഗുണമാണ് ആർക്കുള്ളത്? ക്രിസ്റ്റലൈൻ സോളിഡ്. അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡാണ് നമുക്ക് എന്തായിട്ട് കിട്ടുന്നത്? ഓരോ ഡയറക്ഷനിൽ എടുത്ത് നോക്കിയെന്ന് വെച്ചാൽ എനിക്ക് ഓരോ വാല്യൂ കിട്ടും. എന്താണ് ഇതിന് കാരണം? ദിസ് ഈസ് ഡ്യൂ ടു ദ ഡിഫറൻറ്റ് അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ഡിഫറൻറ്റ് ഡയറക്ഷൻസ്. ഓരോ ഡയറക്ഷനിൽ നോക്കിയാലും എനിക്ക് ഓരോ തരത്തിലുള്ള അറേഞ്ച്മെൻറ്റാണ് എന്തിന് ലഭിക്കുന്നത്? ക്രിസ്റ്റലൈൻ പാർട്ടിക്കിൾസിന് ലഭിക്കുന്നത്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ അനൈസോട്രോപിക്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, എങ്ങനെയാണ് ഓരോ ഡയറക്ഷനിൽ ഓരോ തരത്തിലുള്ള അറേഞ്ച്മെൻറ്റ് ലഭിക്കുന്നത് എന്ന്. അത് നമുക്ക് ഇനി പഠിക്കാൻ പോകുന്ന സോളിഡ് സ്ട്രക്ചറിൻ്റെ, ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിൻ്റെ പലതരത്തിലുള്ള പാക്കിങ്ങുകളും പലതരത്തിലുള്ള സ്ട്രക്ചറുകളും ക്ലോസ് പാക്കിങ്ങുകളും നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. അവിടെ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് ഓരോ ഡയറക്ഷനിൽ ഓരോ തരത്തിലുള്ള അറേഞ്ച്മെൻറ്റുകൾ ലഭിക്കുന്നത് എന്ന്. ഓക്കെ, ഇനി ഇതിന് നേരെ വിപരീതമായിട്ടുള്ള ഗുണമാണ് എന്തിന് ലഭിക്കുന്നത്? ഐസോട്രോപിക് എന്ന് പറയുന്ന പ്രോപ്പർട്ടിക്ക് ലഭിക്കുന്നത്. സോളിഡ്സ് ഇൻ വിച്ച് ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ സെയിം എലോങ് എനി ഡയറക്ഷൻ ആർ സെറ്റ് ടു ബി ഐസോട്രോപിക് ഇൻ നേച്ചർ. ഏത് ഡയറക്ഷനിലെടുത്താലും ഫിസിക്കൽ പ്രോപ്പർട്ടീസൊക്കെ സെയിം ആണെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാം? ഐസോട്രോപിക് ആണ് എന്ന് വിളിക്കാം. ഇതിന് കാരണം എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഇറഗുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് എലോങ് ഡിഫറൻറ്റ് ഡയറക്ഷൻസ്. ഓരോ ഡയറക്ഷനിലും നോക്കിയാൽ ഇറഗുലർ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ആ ഡയറക്ഷൻസിനനുസരിച്ച് ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്ത് നമുക്ക് ഒരേ വാല്യൂസ് തന്നെ ഏത് പോയിൻ്റ് എടുത്ത് നോക്കിയാലും കിട്ടും. ഓക്കെ, അതുകൊണ്ടാണ് ആ ഇറഗുലർ അറേഞ്ച്മെൻ്റ് ഉള്ളത് കൊണ്ടാണ് എല്ലാ പോയിൻറ്റിലും ഒരേപോലെയുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എനിക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഏത് തരത്തിലുള്ള സോളിഡ്സ് ആണ് ഐസോട്രോപിക് ആയിട്ടുള്ളത്? അമോർഫസ് സോളിഡ്സ് ആണ് ഐസോട്രോപിക് ആയിട്ടുള്ളത്. അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറയുന്നത് അനൈസോട്രോപിക് ആണ്, അമോർഫസ് സോളിഡ് എന്ന് പറയുന്നത് ഐസോട്രോപിക്. വാട്ട് ഈസ് ഐസോട്രോപിക്? ഇഫ് ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ സെയിം ഇൻ ഡിഫറൻറ്റ് ഡയറക്ഷൻസ്. ഒരു സോളിഡ് സബ്സ്റ്റൻസ് എടുത്തിട്ട് ഏത് ഡയറക്ഷനിൽ നോക്കിയാലും ഫിസിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആണ് എങ്കിൽ നമ്മളതിനെ ഐസോട്രോപിക് എന്നും, ഓരോ ഡയറക്ഷനിലും വ്യത്യസ്തമായിട്ടുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ അതിനെ അനൈസോട്രോപിക് എന്നും വിളിക്കുന്നു. അനൈസോട്രോപിക് എന്ന് പറയുന്നത് റെഗുലർ അറേഞ്ച്മെൻറ്റ് കാരണം ഉണ്ടാകുന്ന പ്രോപ്പർട്ടിയാണ്. ഐസോട്രോപിക് എന്ന് പറയുന്നത് ഇറഗുലർ അറേഞ്ച്മെൻറ്റ് കാരണം ഉണ്ടാകുന്ന പ്രോപ്പർട്ടീസാണ്. ആൻഡ് അമോർഫസ് സോളിഡ്സ് ആർ ഐസോട്രോപിക് ആൻഡ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ അനൈസോട്രോപിക്. ഓക്കെ, ഇനി നമുക്ക് ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെയും അമോർഫസ് സോളിഡിൻ്റെയും നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ള രണ്ടെണ്ണത്തിൻ്റെയും വേറെ വേറെ പ്രോപ്പർട്ടീസ് പറഞ്ഞു. ഇനി നമുക്ക് രണ്ടിനെയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അമോർഫസ് സോളിഡ്സ് ആൻഡ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്? അതിൻ്റെ പ്രോപ്പർട്ടീസും പറയാം. അമോർഫസ് സോളിഡിൽ ആ പ്രോപ്പർട്ടി എങ്ങനെയാണുള്ളതെന്നും ക്രിസ്റ്റലൈൻ സോളിഡിൽ ആ പ്രോപ്പർട്ടി എങ്ങനെയാണെന്നുള്ളതും പറയും. അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ്. എങ്ങനെയാണ് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ക്രിസ്റ്റലൈൻ സോളിഡിൽ ലോങ് റേഞ്ച് ഓർഡറാണ്, അമോർഫസ് സോളിഡിൽ ഷോർട്ട് റേഞ്ച് ഓർഡറാണ്. ഇതെന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ വളരെ കൃത്യമായിട്ട് അറിയാം. രണ്ടാമത്തത് ജോമെട്രിക്കൽ ഷേപ്പ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ എങ്ങനെയാണ്? ദേ ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ്. അമോർഫസ് സോളിഡിൽ ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല. മെൽറ്റിംഗ് പോയിൻ്റ് എങ്ങനെയാണ്? ക്രിസ്റ്റലൈൻ സോളിഡിന് കൃത്യമായ മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ട്, അമോർഫസ് സോളിഡിന് കൃത്യമായിട്ടുള്ള മെൽറ്റിംഗ് പോയിൻ്റ് ഇല്ല. ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഡെഫിനിറ്റ് ഇൻ ക്രിസ്റ്റലൈൻ സോളിഡ് ആൻഡ് നോട്ട് ഡെഫിനിറ്റ് ഇൻ അമോർഫസ് സോളിഡ്.
മോഡ് ഓഫ് ക്ലീവേജ്. ക്ലീവേജ് എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതെങ്ങനെ വരുന്നു, ആ സോളിഡിനെ മുറിക്കുമ്പോൾ അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് മോഡ് ഓഫ് ക്ലീവേജ് എന്ന് പറയുന്നത്. റെഗുലർ ക്ലീവേജ് ഓൺ കട്ടിങ് ആണ് ക്രിസ്റ്റലൈൻ സോളിഡ്. ഇറഗുലർ ക്ലീവേജ് ആണ്, കൃത്യമായ സ്ട്രക്ചറിലൂടെ മാത്രമേ മുറിഞ്ഞു വരൂ. ഏത്? ക്രിസ്റ്റലൈൻ സോളിഡ്. അങ്ങനെ കൃത്യമായിട്ടുള്ളൊരു സ്ട്രക്ചറും അറേഞ്ച്മെൻറ്റും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എങ്ങനെയാണോ മുറിക്കുന്നത് അതേപോലെ മുറിഞ്ഞു വരും. ഏത്? അമോർഫസ് സോളിഡ്. അപ്പോൾ റെഗുലർ ക്ലീവേജ് ആണ് ക്രിസ്റ്റലൈൻ സോളിഡിനുള്ളത്, ഇറഗുലർ ക്ലീവേജ് ആണ് അമോർഫസ് സോളിഡിനുള്ളത്. ഇനി നേച്ചർ എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ് ട്രൂ സോളിഡാണ്. യഥാർത്ഥത്തിലുള്ള സോളിഡുകൾ, കൃത്യമായി സോളിഡിൻ്റെ എല്ലാ ഫീച്ചേഴ്സോടും കൂടിയിട്ടുള്ളതാണ് ക്രിസ്റ്റലൈൻ സോളിഡ്. അമോർഫസ് സോളിഡ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സ്യൂഡോ സോളിഡ്സ് ആണ്. എന്തുകൊണ്ടാണ് സ്യൂഡോ സോളിഡ് എന്ന് വിളിക്കുന്നതെന്നും നിങ്ങൾക്കറിയാം. അടുത്ത അവസാനത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഐസോട്രോപ്പി ഓർ അനൈസോട്രോപ്പി. ക്രിസ്റ്റലൈൻ സോളിഡ് എന്താണ്? അനൈസോട്രോപ്പിക് ആണ്. അമോർഫസ് സോളിഡ് എന്താണ്? ഐസോട്രോപ്പിക്. സോ ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആൻഡ് അമോർഫസ് സോളിഡ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ എന്താണ് സോളിഡുകൾ, ആ സോളിഡിൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് പറഞ്ഞു. കൺസ്റ്റിറ്റ്വൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റിനനുസരിച്ച്, ബേസ്ഡ് ഓൺ ദ അറേഞ്ച്മെൻറ്റ് ഓഫ് കൺസ്റ്റിറ്റ്വൻറ്റ് പാർട്ടിക്കിൾസ് ഓർ ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് കൺസ്റ്റിറ്റ്വൻറ്റ് പാർട്ടിക്കിൾസ്, എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ട് തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ക്രിസ്റ്റലൈൻ സോളിഡ് എന്നും അമോർഫസ് സോളിഡ് എന്നും പറഞ്ഞു. എന്താണ് ക്രിസ്റ്റലൈൻ സോളിഡുകളെന്ന് പറഞ്ഞു, എന്താണ് അമോർഫസ് സോളിഡുകളെന്ന് പറഞ്ഞു. ആൻഡ് we discuss the difference or comparison between amorphous and crystalline solids. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഈ എന്താണ് ക്രിസ്റ്റലൈൻ സോളിഡ് എന്നും അമോർഫസ് സോളിഡ് എന്നും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വേറെ അടുത്ത ഒരു ക്ലാസിഫിക്കേഷനാണ് പഠിക്കാനുള്ളത്. അതിൽ നമ്മൾ മോളിക്കുലാർ സോളിഡ്, അയോണിക് സോളിഡ്, മെറ്റാലിക് സോളിഡ്, കോവാലൻ്റ് സോളിഡ്, അല്ലെങ്കിൽ കോവാലൻ്റ് സോളിഡിനെ നമുക്ക് എന്തുകൂടെ വിളിക്കാമെന്നറിയോ? നെറ്റ്വർക്ക് സോളിഡുകളെന്നും കൂടെ വിളിക്കാം. ഈ ക്യാരക്ടറിസ്, ഈ എന്താ പറയുക, 4 തരത്തിലുള്ള സോളിഡുകൾ എന്താണ്? മോളിക്കുലാർ സോളിഡുകൾ എന്താണ്? അയോണിക് സോളിഡുകൾ എന്താണ്? മെറ്റാലിക് സോളിഡുകൾ എന്താണ്? കോവാലൻ്റ് സോളിഡുകൾ. ഇതാണ് ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം.